എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വയം മറന്ന് പരിസരം പോലും മറന്ന് ഗീതുവും ഗോവിന്ദും കൂടെ അറക്കൽ വീട്ടിലേക്ക് കൈ കോർത്തങ്ങോട്ട് കടന്നങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അയ്യപ്പേട്ടനും ഷിബുവും പരസ്പരം നോക്കണം. അവർക്ക് കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ ആ പോകുന്ന കണ്ടപ്പോ തന്നെ അയ്യപ്പേട്ടൻ പറഞ്ഞു, ഇന്ന് എന്തേലുമൊക്കെ നടക്കും. അപ്പൊ ഷിബു പറഞ്ഞു, എന്ത് നടക്കുന്നു? എടാ മരം വേണ്ട, നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ. അതെ, അതൊക്കെ ചില കാര്യങ്ങളാ, നീ അന്ന് ഇപ്പൊ തൽക്കാലം അറിയണ്ടാന്ന് പറയണം. അയ്യപ്പേണ് ഭയങ്കര സന്തോഷമായി ആ പൂക്കണ്ടപ്പം. അങ്ങനെ അവര് പരിസരം മറന്നങ്ങോട്ട് കേറുവാണ്. പെട്ടെന്നാണ് അങ്ങോട്ട് രഞ്ജു വരുന്നത്. രഞ്ജു ഒരു കാഴ്ച കണ്ടു. രഞ്ജു രണ്ടുപേരെ ഒന്ന് മാറി മാറി നോക്കി. അല്ല, ആഹാ, ഇത് കൊള്ളാലോ, രണ്ടുപേരും കൂടെ പരിസരം മറന്ന് ഈ ലോകത്തെങ്ങും അല്ല വരണെന്ന് പറയണം. പെട്ടെന്നാണ് ഗീതുവിനും ഗോവിന്ദിനും ബോധം ഉണ്ടായത്. പെട്ടെന്ന് ഗീതു കൈ ഇങ്ങോട്ട് പിൻവലിക്കുകയാണ്. എന്ത് പറ്റി രണ്ടുപേർക്കും? ഇവിടെ നിന്ന് എങ്ങനെയൊന്നും അല്ലല്ലോ ഇറങ്ങിപ്പോയത്. എന്തൊക്കെയായിരുന്നു? വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയ ആളുടെ കൈ പിടിച്ചപ്പോ കേറി വരുന്നു. എന്ത് പറ്റി ഗീതുവിനെ ചോദിക്കുക. ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് രഞ്ജു സംസാരിച്ചത്. ഈ സമയം രേഖയും കൂടെ അങ്ങോട്ട് വന്നു. ഗീതുവിന് മൊത്തം സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ രേഖയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട്. രേഖ വന്നിട്ട് ചോദിച്ചു, എന്താ ഗീതു, എന്താ കാര്യം ചോദിക്കുക. അല്ല, നീ അമ്മേനെ കാണാൻ പോയിട്ട് അമ്മേനെ കണ്ടില്ലെന്ന് ചോദിക്കും. ഇല്ല, അതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് തിരികെ വന്നേ? രഞ്ജു പറഞ്ഞു, എങ്ങനെ തിരികെ വരാതിരിക്കും? തിരികെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. രേഖ ചോദിച്ചു, അതെന്താ രഞ്ജു നീ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ ഉണ്ടെന്ന് പറയണം. ഈ സമയത്ത് രാധികാമ്മ അങ്ങോട്ട് വരുന്നേ, കൂടെ വരുന്നുണ്ടായിരുന്നു. രാധികാമ്മയും വരുണും കൂടെ അങ്ങോട്ട് വരുവാണ്. എന്താ കണ്ണ, നീ എങ്ങോട്ടാ പെട്ടെന്ന് പോയത്? നിന്നെ വിളിച്ചിട്ട് നീ കോൾ എടുത്തില്ലോ, ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം. അല്ലമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് വരെ പോകാനുണ്ടായിരുന്നു പറയാം. പുറത്ത് എന്തിനാ? അല്ല, അത് പിന്നെ ഞാന്, അല്ല, ഇവിടെ എവിടുന്ന് കിട്ടി? അല്ല, വരുന്ന വഴിക്ക് ഗീതുവിനെ കണ്ടപ്പോ ഞാൻ ഗീതുവിനെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാം. ആ, വന്ന എന്താണെന്ന് നന്നായി. അതെ, എത്രയും പെട്ടെന്ന് ആ വക്കീലിനെ പോയി കാണുമെന്ന് പറയാം. വക്കീലിനെ കാണാൻ എന്തിനാ? ഓഹോ, അപ്പൊ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നുപോയെന്ന് ചോദിക്കും. ഡിവോഴ്സിന്റെ കാര്യം. ഓ, ഡിവോഴ്സിന്റെ കാര്യം. അല്ല, അത് പിന്നെ സമയമുണ്ടല്ലോ അമ്മായി, സാവകാശം ചെയ്യാന്ന് പറയണം. എന്ത് സാവകാശം? ഇനി സാവകാശമൊന്നുമില്ല, 1-2 മാസത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് നടക്കണം. ഒരു കാര്യം പറഞ്ഞേക്കാം, രണ്ടുപേർക്കും ഇപ്പം കുഴപ്പമില്ല, ഡിവോഴ്സിന് വേണ്ടി രണ്ടുപേർക്ക് സമ്മതമല്ലേ? ഗീതുവിനാണെങ്കിൽ സമ്മതം, നിനക്കാണല്ലോ സമ്മതം. അപ്പൊ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോണ കുഴപ്പമൊന്നുമില്ല. ദേ, വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാം. എത്രയും പെട്ടെന്ന് കേസ് കോടതി വരട്ടെ, എങ്കിലാണ് നിങ്ങളെ രണ്ടുപേരുടേത് ജീവിതം ഇനിയിപ്പോ വീണ്ടും എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഗീതുവിന് നീ കാണും ഒരു ജീവിതം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. അറിയാലോ, നീ കാണാൻ അവളുടെ ജീവിതം കൂടെ നശിക്കരുത്. അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് പറയാം. ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, അല്ലമ്മേ, അവൾക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് പറയണം. അത് നിനക്ക് ഇങ്ങനെ അറിയാൻ പറ്റും? അല്ല, എനിക്കറിയാമേ, ഉറപ്പായിട്ട് അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് പറയാം. ഗോവിന്ദ് മനസ്സിൽ ഉദ്ദേശിച്ച എന്താന്നുള്ള കാര്യം ഗീതുവിന് അറിയാം, പക്ഷെ രാധികാമ്മയ്ക്ക് അറിയത്തില്ലോ. രാധികാമ്മ പറഞ്ഞു, ശരി ശരി. അതെ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി കേസ് കോടതി വന്നു കഴിയുമ്പോ രണ്ടുപേരും പറയണം പിരിയാൻ ഞങ്ങൾ താല്പര്യമാന്നുള്ള കാര്യം. അതും കൂടെ അറിയിച്ചേക്കണം, അല്ലെ പിന്നെ വീണ്ടും വീണ്ടും കേസ് നീണ്ടുപോകുന്നു പറയണം. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അതൊക്കെ ശരിയമ്മെന്നും പറയാം. എന്നാ ഭാഗ്യം, നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി പോവാ. ഈ സമയത്ത് രാധികാമ്മ പറഞ്ഞു, അവിടെ നിൽക്ക്. എന്താമ്മേ? അല്ല, രാവിലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാര്യം മറന്നുപോയെന്ന് ചോദിക്കും. അല്ല, എന്ത് കാര്യം അമ്മേ? ഈ സമയത്താണ് പ്രിയയും കൂടെ അങ്ങോട്ട് വരുന്നത്. അല്ല, രണ്ടുപേരും 2 മുറി കിടന്നാൽ മതി. 2 മുറി കിടക്കാൻ അമ്മ എന്താ പറയണേ? പിന്നെ 2 മുറി കിടന്നാൽ മതി. ഇനിയിപ്പം വിവാഹം കഴിഞ്ഞ് ഇത്രയും കാലമായി, പക്ഷെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒരു ബന്ധമില്ലതാനും. നാളെ പിരിയേണ്ടവരാ നിങ്ങൾ. അതുകൊണ്ട് ഇനി ഇപ്പം നിങ്ങൾ ഒരു മുറി കഴിയേണ്ട കാര്യമില്ല. നാളെ ഡിവോഴ്സ് കിട്ടി പോണ്ടല്ലേ? ഗീതനെ വേറൊരു മുറിയിലേക്ക് വിട്ടോ. ഒരു കാര്യം ചെയ്യാം, പ്രിയമോളുടെ മുറിയിൽ ഗീത പോയി കിടക്കട്ടെ എന്ന് പറയാം. ഇത് കേട്ടും ഗോവെന്ന് പറഞ്ഞു, എന്തിനാ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ? ദേ, എന്റെ മുറി കിടക്കാലോ, ഇത്രയും കാലം ഞങ്ങൾ കടന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെന്തിനാ? അവൾ ഡിവോഴ്സ് കിട്ടുന്നോടം വരെ ഞങ്ങൾ ആ ഒരു മുറി തങ്ങിക്കോളാന്ന് പറയാം. ഇത് കേട്ടൻ രാധികാൻ പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഈ സമയത്താണ് പ്രിയ അങ്ങോട്ട് വന്നേ. പ്രിയ പറഞ്ഞു, ഏട്ടൻ എന്താ? ഏട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെ, ഗീത ചേച്ചി എന്നോടൊപ്പം കിടന്നോളൂ എന്ന് പറയാം. അല്ല പ്രിയമോളെ, അത് ഞാൻ പിന്നെ കൂടുതലൊന്നും ഏട്ടൻ പറയണ്ട. ഏട്ടന്റെ മുറി കിടന്നാൽ മതി. അതെ, ഏട്ടൻ ഇനിയിപ്പോ അത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടേ പറഞ്ഞേരെ. ഇന്നത്തോടുകൂടി ഞാൻ ഈ പൊറുതി അവസാനിപ്പിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ വിനോദന്റെ അടുത്തേക്ക് പോവാം. അല്ലെങ്കിലും എനിക്ക് ഇവിടെ നിൽക്കാൻ അധികം താല്പര്യമൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ എന്ന് പറയാണ്. ആകെപ്പാടെ പെട്ട അവസ്ഥയായിപ്പോയി ഗോവിന്ദ് ഗീതുവിനെ നോക്കുകയാണ്. ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രഞ്ജുവിന് മനസ്സിലായി ആകെപ്പാടെ പണി പാളി എന്നുള്ള കാര്യം. രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടമൊക്കെ അപ്പുറം തിരികെ വന്നിരിക്കുകയാണ്. പക്ഷേങ്കിൽ ഇത് ബാക്കി ആർക്കും അറിയത്തില്ലോ. രാധികാമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ വേർപിരിക്കാൻ നോക്കുന്ന രഞ്ജുവിന് മനസ്സിലാവുകയും ചെയ്തു. രേഖ പറഞ്ഞു, അല്ലമ്മേ, അത് അവർ ഒരുമിച്ച് കിടന്നോട്ടെ, ഒരു മുറി കിടന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയ വലിയ കാര്യങ്ങളൊന്നും നീ ഇടപെടണ്ട. നിന്നോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറയാം. പിന്നീട് ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗീതു എന്ത് ചെയ്യണം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോണ്. രാധികാമ്മയ്ക്ക് സന്തോഷമായി, ഏറ്റിട്ടുണ്ട്.
നീ നിന്റെ പ്രണയവും തുറന്നു പറയാൻ പോകുന്നില്ലടി. ഒരു കാരണവശാലും പറയത്തില്ല. കണ്ടു, എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ അവനെ ഞാൻ തമ്മിൽ അകറ്റും. നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. എന്റെ അടുത്താ നിന്റെയും വിജയലക്ഷ്മിയുടെയും കളി. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്നെ മാത്രമല്ല, ആ രഞ്ജുവിനെയും കൂടെ ഞാൻ ഇവിടെ നാട്ടി ഇറക്കും. കണ്ടു, അധികം വൈകാതെ തന്നെ ആ സംഭവിക്കുമെന്ന് മനസ്സിലോർത്തിട്ട് രാധികാമ്മ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ഗീതുവിന് നല്ല ദേഷ്യം വന്നു. ഗീതു പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളുടെ രണ്ടാനമ്മ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ്? ആദ്യ രാത്രി മുല്ലപ്പൂ ഇവന്റ് ഇപ്പൊ എല്ലാം സമാധാനമായില്ലേന്ന് ചോദിക്കും. എന്റെ പൊന്നു ഗീതു, ഞാൻ പറഞ്ഞല്ലോ, അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിക്കത്തില്ല. അമ്മ അറിഞ്ഞിട്ട് സമ്മതിക്കത്തില്ല പോലും. അവർക്കേ കണ്ണിക്കടിയാ. ഞാൻ പറയണില്ല എന്നാന്നുള്ളത്. നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ അവർക്ക് അസൂയ. ഒരിക്കലും നമ്മൾ രണ്ടും ഒന്നിക്കരുതെന്നാ നിങ്ങളുടെ അമ്മ വിചാരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം രണ്ടാനമ്മ. ഇതും അങ്ങനെ പറയരുത്. അതെ, അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു പക്ഷെങ്കിൽ എന്റെ ജീവൻ നശിച്ചു പോകുന്ന കണ്ടായിരിക്കും. പിന്നെ നശിച്ചു പോകുന്ന കണ്ടിട്ട് രണ്ടുപേരെയും തമ്മിൽ അകറ്റാനാണ് നോക്കുന്നത്. ഇനിയിപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും കണ്ണായിട്ടും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഗീതു പ്ലീസ് ഇങ്ങനൊന്നും പറയലെന്ന് പറയണം. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അതെ, ഇന്ന് മുതൽ പിന്നെ ഞാൻ പ്രിയയുടെ മുറിയിലാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയണം. അതെ, നീ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. എന്തുപകാരം? അതെ, പ്രിയമോളുടെ മുറിയിൽ എത്തിക്കഴിയുമ്പോഴേ നീ പ്രിയമോളുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഞാനും നീയും തമ്മിൽ ഇഷ്ടത്തില പ്രണയമൊക്കെ തുറന്നു പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ അവള് എന്റെ മുറിയിലേക്ക് നിന്നെ വിട്ടോളൂ എന്ന് പറയണം. പിന്നെ ഞാൻ തുറന്നു പറയണം പോലും. ഞാൻ അങ്ങനെ ഇപ്പൊ തുറന്നു പറയാനില്ല. ഒരു കാര്യം ചെയ്യേ, രാധികാമ്മയുടെ മുന്നിൽ പോയി എന്നിട്ട് പറ, എനിക്ക് ഗീതുവിന് ഇഷ്ടമാണ്, ഞങ്ങൾ ഡിവോഴ്സ് നടത്തുന്നില്ല എന്നൊക്കെ. അത് പറയാൻ പറ്റുമോന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ അമ്മയ്ക്ക് വിഷമമല്ലേ? എന്ത് വിഷമം? പറയാൻ പറ്റുമോ ഇല്ലയോ? അല്ല, എന്റെ മാനസികാവസ്ഥയും കൂടെ നീ ഒന്ന് മനസ്സിലാക്കുക. ഇത് കേട്ടതും ഗീത പറഞ്ഞു, മാനസികാവസ്ഥ മനസ്സിലാക്കി പോലും. എന്റെ ദൈവമേ, ലോകത്ത് ഇങ്ങനെ ഒരു ഗതികേട് ആർക്കും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇഷ്ടം തുറന്നു പറഞ്ഞു ഒന്നാം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അടുത്തേത്. ഇപ്പൊ തന്നെ ഈവന്റ് മാനേജ്മെന്റുകാർ വരും. ഇപ്പൊ എവിടെ അലങ്കരിക്കാനാ പോണേ? ഒരു കാര്യം ചെയ്യാം, രാധികാമ്മയുടെ മുറി പോയാൽ കൂടെ അലങ്കരിച്ചു കൊടുക്കാൻ പറയാം. ഇതേക്ക് ഇത് നീ ഇങ്ങനെ പറയില്ലേ? പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ? ആകെപ്പാടാൻ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. അതെ, എങ്ങോട്ടാ പോണേ എന്ന് ഇത് കേട്ടപ്പോൾ ഗോവിന്ദം അങ്ങോട്ട് തിരിവാണ്. അതെനിക്ക് മുറിയിലേക്ക് പോകണം. എന്തിനാ? കുറെ പണികളുണ്ടെന്ന് പറയാം. പണികൾ? എന്ത് പണികള്? വൈകുന്നേരം നമ്മുടെ ആദ്യരാത്രി അല്ലേ, അതിനു മുമ്പ് കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാണെന്ന് പറയാം. ഗീത പറഞ്ഞു, നല്ല കഥ തന്നെ, എപ്പോഴും ആദ്യരാത്രി നടത്തിയെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗീത ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് രഞ്ജു അങ്ങോട്ട് വരുന്നത്. രഞ്ജു ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയാം. എന്ത് കാര്യങ്ങൾ? എന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓ, അപ്പൊ തന്നെ അത് പറഞ്ഞു കൊടുത്ത് വിളിച്ചു പറഞ്ഞെന്ന് ചോദിക്കും. അല്ല, എന്താ രണ്ടുപേരുടെയും പ്ലാന്? എന്ത് പ്ലാന്? ഒരു പ്ലാനും ഇല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ. അതെ, ഇനി ഇതെങ്ങനെ വെറുതെ വിട്ടുകൂടാ. നമുക്ക് രാധികാമ്മയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കേണ്ടത് നിൽക്കും. എങ്ങനെ കൊടുക്കുമെന്നാ പറയണേ? അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിനെയും ഗോവിന്ദനും തമ്മിൽ അകറ്റാനായിട്ടാണ് അവരിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രല്ല, ഗീതു പ്രണയം തുറന്നു പറയരുത്. ഇത് കേട്ടപ്പോ ഗീതു പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം രഞ്ജു. പക്ഷേങ്കില് നമ്മൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ചോദിക്കാം. ഒരു പണി കൊടുത്താലോ? രാധികാമ്മ ഉറങ്ങണ സമയത്ത് രാധികാമ്മയുടെ മുറി പുറത്തുനിന്ന് കുറ്റിയിടാം. കുറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാധികാമ്മ പുറത്തിറങ്ങുമല്ലോ. ആ സമയത്ത് ഗീതുവിന് ഗോവിന്ദന്റെ മുറിയിലേക്ക് പോവാലോ. കുഴപ്പമൊന്നും ഇല്ലോന്ന് പറയാം. എന്റെ പൊന്നും, പൊട്ടത്തരം പറയല്ലേ? കാരണം വരുണേട്ടനും വേറെ മുറിയിലാണ് കിടക്കുന്ന അറിയാലോ. വരുണേട്ടന്റെ കാര്യം രേഖിച്ച് നോക്കിക്കോളും, അതൊന്നും കുഴപ്പമില്ലെന്ന് പറയാം. ഈ സമയം ഗീത പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയാണ്. പക്ഷേ ഗോവിന്ദ ആപ്പാ ടെൻഷനായിരുന്നു. എന്ത് പ്രതീക്ഷയോടെ കൂടി കടന്നു വന്നേ. ഇനിയിപ്പം അവളും താനും കൂടെയുള്ള ആദ്യരാത്രി അതെങ്ങനെ നടത്തും? അമ്മ അറിയാതെ വേണം ആദ്യരാത്രി ആഘോഷിക്കാനായിട്ട്. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തുമില്ല. എന്തേലും ഒരു പോംവഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. തല പോലും പോയി ഞാൻ ആലോചിക്കുക. ഈ സമയം ഗീത വന്നിട്ട് ചോദിച്ചു, എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും. നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് ഗീതയുടെ കയ്യെ പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ്. എന്റെ കയ്യേന്ന് അങ്ങോട്ട് വിടാൻ പറയാണ്. പക്ഷെ വിട്ടില്ല. അതെ, നീ എന്റേതല്ലേ, പിന്നെ ഞാൻ നിന്റെ കയ്യെ പിടിച്ചാൽ നിനക്ക് എന്താ കുഴപ്പമിരിക്കണേ? ഓ, വണ്ടിയെ വെച്ചൊക്കെ എന്തൊരു ജാടയായിരുന്നു. ഇപ്പൊ ജാട കളിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ. അതെ, ഇപ്പോഴെങ്ങാനും അമ്മ ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നത്. പിന്നെ അമ്മ വന്നിട്ടുണ്ട്, എനിക്കൊരു പേടിയില്ലെന്ന് പറയണം. ഇതൊക്കെ പറയും. അമ്മ ഇങ്ങോട്ട് അടുത്ത് വരണം. അപ്പൊ ഗോവിന്ദണ്ണ മുട്ട് കൂട്ടി എറിക്കാൻ തുടങ്ങുമെന്ന് പറയാം. പിന്നെ അത്രയ്ക്ക് പേടിയൊന്നുമില്ല. പിന്നെ അറിയാലോ, ആരും ഇല്ലാത്ത സമയത്ത് എന്നെ നോക്കി ഈ വിധമാക്കി എന്നെ ഈ നിലയ്ക്കെത്തിച്ച രാധികാമ്മ. അതുകൊണ്ട് ആ നന്ദിയും കടപ്പാടും എനിക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല ഗീതു. ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അമ്മയെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗീതു പറഞ്ഞു, ഗോവിന്ദയുടെ നാശത്തിന് വേണ്ടിയിട്ട് അവര് ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദയുടെ മാത്രം അത് മനസ്സിലാക്കുന്നില്ല. ഈ സമയം ഗോവിന്ദൻ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയണം. പിന്നീട് ഗീതുവിനെ ഗോവിന്ദ് കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയാണ്. പിന്നീട് ഗീത പറഞ്ഞു, ഇതേ വിട്, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങോട്ട് കൈ ഉതിർച്ച് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗോവിന്ദ് ഓർത്തു, എന്റെ ഭഗവാനെ, നീയായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. ഞങ്ങളുടെ രണ്ടുപേരും ഫസ്റ്റ് നൈറ്റ് ഇന്ന് ആഘോഷിക്കണം. കുറെ കാലത്ത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം സാധിക്കാൻ പോവാ. അതിടയ്ക്ക് ഒരു തടസ്സങ്ങളുമായിട്ടും ആരും വരില്ലേ എന്നൊക്കെ കരുതി ഗോവിന്ദൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ അയ്യപ്പനോടെ ഉണ്ടായിരുന്നു. അപ്പം ഗോവിന്ദൻ നേരെ പോയി ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളൊക്കെ മാറ്റി തന്നേന്ന് പറഞ്ഞിട്ട്. ഈ സമയം അയ്യപ്പേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്താ പതിവില്ലാത്ത വിധം ഇവിടെ നിന്നൊരു പ്രാർത്ഥന എന്ന് ചോദിക്കുകയാണ്.
ഏയ് ഒന്നുമില്ല, മനസ്സിലായ കുഞ്ഞ്, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാം. എന്ത്? അതെ, ഏത് കുഞ്ഞുമായിട്ട് സെറ്റായല്ലേന്ന് ചോദിക്കുകയാണ്. ഒന്ന് പോവോ എന്താട്ട, പോ അയ്യപ്പെട്ടാന്ന് പറയാണ്. പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതേ, വിഘ്നേശനും വിഘ്നങ്ങളൊക്കെ മാറ്റി തരുമെന്ന് പറയാം. ഇത് ഏട്ടൻ ഗോവെന്ന് പറഞ്ഞു. ഏയ് മാറ്റി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ ഞാൻ അടുത്ത പുലിവാലി പിടിച്ച അവസ്ഥയിലാന്ന് പറയും. എന്താ കാര്യം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ ഞെട്ടി. അയ്യപ്പേട്ടനോട് പറയണോ വേണ്ടയോ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് ഗോവിന്ദൻ നിൽക്കോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. ഇന്നലെയൊക്കെ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ട് ഫുൾ വിശേഷം വന്നേ. അതുകൊണ്ടാട്ടോ ഇന്നലെയൊക്കെയാണ് ഒത്തിരി വൈകുന്നേരമായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.